വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ, മുന്നൊരുക്കങ്ങൾ, അവകാശവാദങ്ങളൊക്കെ പരിശോധിക്കുകയാണ് കേരളത്തിലൂടെ. മഞ്ചേശ്വരത്തേക്കാണ്. അവിടെ LDF വിജയിച്ച 2006 സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് CH കുഞ്ഞമ്പു MLA പറയുന്നത്. മുസ്ലിം ലീഗിലെ വിഭാഗീയതയും AP വിഭാഗത്തിന്റെ വോട്ടുകൾ അനുകൂലമായതുമാണ് LDF വിജയത്തിന് കാരണമായത്. കാസർഗോഡ് ജില്ലയിലെ നിലവിലെ സ്ഥിതി ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നും CH കുഞ്ഞമ്പു മീഡിയ വണിനോട് പറഞ്ഞു. LDFിന്റെ കാസർഗോഡ് ജില്ലയിലെ സാധ്യതകളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് CH കുഞ്ഞമ്പു MLA ആണ്. അദ്ദേഹം ഉദുമയുടെ MLA ആണ്. നേരത്തെ അറിയാം, മഞ്ചേശ്വരത്ത് CPM അട്ടിമറി വിജയം നേടിയപ്പോഴത്തെ MLA ആണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. 3-2 എന്നുള്ളതാണ് പൊതുവെയുള്ള ഇക്വേഷൻ. ഒരു തവണ നിങ്ങളുടെ കാലത്താണ് പൊട്ടിച്ചിട്ടുള്ളത്. ഇത്തവണ എന്താണ് LDFിന്റെ ജില്ലയിലെ പ്രതീക്ഷ? അതേപോലെ തുടരുന്ന 3 സീറ്റ് LDFും 2 സീറ്റ് UDFനും കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ BJP നോക്കുന്നത് മഞ്ചേശ്വരമാണ്. ഈ സാധ്യത ഞാൻ കാണുന്നില്ല, എന്നാൽ അവർ നോക്കുന്നുണ്ട്. അവിടെ ഞാൻ മഞ്ചേശ്വരത്ത് താങ്കളൊരു അട്ടിമറി വിജയം നേടിയ ഒരു ആളാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ഇക്വേഷൻ മാറി വീണ്ടും LDF വരാനുള്ള സാധ്യതയുണ്ടോ അവിടെ? അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അത് പല സാഹചര്യങ്ങളുണ്ട്. ഞാനന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന് ഒന്നും കണക്ക് കൂട്ടിപ്പോയതല്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിവിധ സെക്ഷനുകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ അകത്തുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവരിലൊരു വലിയ വിഭാഗം LDF വോട്ട് ചെയ്തു. LDF വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ വോട്ട് ചെയ്യാൻ വന്നില്ല. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ സുന്നി വിഭാഗത്തിൽ AP സുന്നി വിഭാഗം പൂർണ്ണമായും വന്ന് LDFന് അനുകൂലമായി നിന്നു. ആ സാഹചര്യത്തിൽ അന്ന് അവിടെ ജയിച്ചത്. അങ്ങനെ എന്താണോ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന സാഹചര്യം, അതിനനുസരിച്ചിരിക്കും മഞ്ചേശ്വരത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഉദുമയാണ് താങ്കൾ മത്സരിക്കുന്ന മണ്ഡലം, ഇപ്പോൾ MLA ആയിരിക്കുന്ന മണ്ഡലം. ഉദുമയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ UDFന് കുറച്ചുകൂടി സീറ്റുകളും പഞ്ചായത്തുകളും കിട്ടിയെന്നൊരു സാഹചര്യമുണ്ട്. അവരൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ശരിക്കും LDF എന്തെങ്കിലും ആശങ്കയുണ്ടോ ഉദുമയിൽ? ഒരാശങ്കയുമില്ല. എക്കാലത്തും UDF ഉദുമയിൽ പ്രതീക്ഷ വെച്ചത്. അതിപ്പോൾ തുടങ്ങിയല്ല. മണ്ഡലം വന്ന മുതലേ ഞങ്ങൾ ജയിക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ അത് കൊണ്ട് കാര്യമില്ല. പൊതുവേ ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണത്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ അഥവാ 10 കൊല്ലത്തെ 1-2 പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇടപെടലും ആ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. ആ ജനത്തിന് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവിടെ ആര് പ്രതീക്ഷ വെച്ചാലും ഉദുമ മണ്ഡലം LDF തന്നെ വിജയിക്കുന്നതിൽ യാതൊരു സംശയം ഞങ്ങൾക്കില്ല. സുരേന്ദ്രൻ 4ാമത് മത്സരിക്കാനും മഞ്ചേശ്വരത്ത് എത്തുന്നു എന്നാണ് പറയുന്നത്. സുരേന്ദ്രൻ 4, 5, 10 പ്രാവശ്യം മത്സരിച്ചോട്ടെ. ഏതൊരു ഇന്ത്യൻ പൗരനും മത്സരിക്കാം. സുരേന്ദ്രൻ മത്സരിക്കണ്ടേ? സുരേന്ദ്രൻ ഒരു മോഹം വന്നിട്ടുണ്ടാവും. സുരേന്ദ്രൻ വരുന്നതിലുകൊണ്ട് തന്നെ എനിക്കൊന്നും BJPക്കാർ വോട്ട് ചെയ്യാൻ സാധ്യത എനിക്കൊന്നുമില്ല. ഈ സുരേന്ദ്രൻ ഏകദേശം മതിയായിട്ടുണ്ട് അവർക്ക്. ഈടില്ലവരെ മുഴുവൻ വെട്ടി മാറ്റിയിട്ട് സുരേന്ദ്രൻ വന്നുകൊണ്ട് എന്തോ അട്ടിമറി നടക്കാനൊന്നും കരുതണ്ട. അതൊന്നുമല്ല. അതിൻ്റെ അർത്ഥം അറിയും, കടുത്ത വർഗീയ പോളറൈസേഷനിലേക്ക് ആണ് വരാൻ പോകുന്നത് മഞ്ചേശ്വരത്ത്. പ്രത്യേകിച്ച് BJP അക്കൗണ്ട് തുറക്കില്ല തന്നെയാണ്. ഒരു അക്കൗണ്ടും ഇല്ല. അവിടെ 3-2. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സംഘടനാ മികവും എല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ LDFിൻ്റെ 3 സീറ്റുകൾ നിലനിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് CH കുഞ്ഞമ്പു. ഷഫീഖ് നസറുള്ളയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കാസർഗോഡ്.